ഗേസ് അപ്പോൾ നമ്മളെ വണ്ടിയിൽ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ എഞ്ചിനും നമ്മളെ വണ്ടിക്കും നല്ലൊരു പ്രാക്ടീസ് അല്ല ഒരിക്കലും. അപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കോൾഡ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടുള്ള ഉപയോഗങ്ങൾ, കോൾഡ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളെ വണ്ടിക്ക് എന്തൊക്കെ സംഭവിക്കാം അതൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഈ കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരണേ ആ ബെല്ലൈക്കനോടൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് വീഡിയോയിലോട്ട് എടുക്കാം. അതേപോലെ നമ്മൾ എഞ്ചിൻ ഓയിലിനും ഓരോ വർക്കിംഗ് ടെമ്പറേച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഈ കോൾഡ് സ്റ്റാർട്ട് എന്ന് വെച്ചാൽ വളരെയധികം മണ്ടേറ്ററി ആയിരുന്നു. കാരണം അന്നത്തെ ഓയിൽസ് ഒന്നും അത്ര മോഡേൺ അല്ല. അപ്പോൾ അത് ഒന്ന് ഹീറ്റായി അതിൻ്റെ ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള പെർഫോമൻസും അതിൻ്റെ ലൂബ്രിക്കേഷനൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ കാലം ഒരുപാട് മാറിക്കഴിഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ എഞ്ചിൻ ഓയിൽസൊക്കെ കുറേ ആക്ച്വലി അഡ്വാൻസ്ഡ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് തന്നെ മോട്ടോറിൻ്റെ ഫുള്ളി സിന്തറ്റിക് ഓയിലാണ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ അത്യാവശ്യം ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയതിന് എല്ലാ ടെമ്പറേച്ചറിലും അതിൻ്റെ വിസ്കസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട കഴിവ് ഒരേ കണക്ക് തന്നെ നിൽക്കും. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരാനില്ല. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ കാര്യമാണെങ്കിൽ അത് കാർബറേറ്റഡ് എഞ്ചിനാണ്. അപ്പോൾ ഈ രാവിലെയൊക്കെ എടുക്കാൻ നേരത്ത് നമ്മളെ വണ്ടിയിൽ ഈ മോയ്സ്ചർ കണക്ക് പറ്റി വെള്ളം ഈർപ്പിരിക്കുന്നത് കാണാം. അതേപോലെ നമ്മളെ കാർബറേറ്ററിൻ്റെ ഉള്ളിലും മോയ്സ്ചർ കാണും. അപ്പോൾ അതൊന്ന് വണ്ടി ഹീറ്റായി കഴിഞ്ഞാൽ മാത്രമേ അത് വേപ്പറൈസ് ആയിട്ട് പോകത്തുള്ളൂ. ഇപ്പോഴത്തെ മോഡേൺ ബൈക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിലെല്ലാം ഫ്യൂൽ ഇഞ്ചക്ടേഴ്സാണ് വരുന്നത്. അതിലപ്പോൾ ആ കാർബറേറ്ററിൻ്റെ ആ ഇഷ്യൂവും വരുന്നില്ല. പക്ഷേ എങ്കിലും നമ്മൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഏത് വണ്ടി ആവട്ടെ അത് നമ്മൾ രാവിലെ എടുത്ത് അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും കുറച്ച് ദൂരം കഴിഞ്ഞാൽ മാത്രമേ ആ വണ്ടിയുടെ ഒരു നോർമലായിട്ടുള്ള സ്മൂത്ത്നെസ് കിട്ടൂ. അതൊരിക്കും വണ്ടി ഒരുമാതിരി ആയിരിക്കും ഓടുന്നത്, നമുക്കത് ഫീൽ ആവും ഓടിക്കുമ്പോൾ എന്തായാലും. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഈ എഞ്ചിനിലുള്ള ഫുൾ സൈഡിലുള്ള ഓയിലും താഴെ വന്ന് ഡ്രെയിനായി ഇപ്പം കണ്ടാൽ അറിയാം ഈ ലെവലിൽ നിൽക്കുകയായിരിക്കും. പിന്നെ അകത്ത് പിസ്റ്റൻ്റെ അവിടെയൊക്കെ ഈ ഓയിലിൻ്റെ ചെറിയ ഡ്രോപ്ലെറ്റ്സ് മാത്രമായിരിക്കും കാണുന്നത്. അത് വെച്ച് നമുക്ക് പ്രോപ്പർ ലൂബ്രിക്കേഷൻ തരാൻ ഒരിക്കലും കഴിയില്ല. പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയതിന് ശേഷമാണ് ഇതിൽ ഫ്രണ്ടിലൊരു ഓയിൽ പമ്പുണ്ട്, അതാണ് ഇതിനെ പമ്പ് ചെയ്ത് എല്ലാ സ്ഥലത്തും എത്തിക്കുന്നത്. ആ ഒരു ടൈം നമ്മൾ ഏത് വണ്ടിയായാലും നമ്മൾ കൊടുക്കണം. ഇതിലെ ഓയിൽ ലെവൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓയിൽ പമ്പോ കാണിച്ചു തരാം. ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഈ താഴെ വന്ന് കളക്ട് ചെയ്യുന്ന ഓയിൽ മൊത്തം നമ്മൾ എഞ്ചിൻ്റെ എല്ലാ പാർട്ടിലോട്ടും ഈ ഓയിൽ പമ്പ് വഴി സർക്കുലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ എല്ലാ വണ്ടിക്കും കൊടുക്കണം. നമ്മളിത് കൊടുക്കാതെ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി ഉടനെ തന്നെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിൻ ഇപ്പോൾ ഓടുന്നത് ഒട്ടും ലൂബ്രിക്കേഷൻ കുറവായിട്ടായിരിക്കും. അത് നമ്മൾ പിസ്റ്റനെയും പിസ്റ്ററിങ്സിനെയും മറ്റ് എഞ്ചിൻ പാർട്സിനെയൊക്കെ ബാധിക്കും. അത് പെട്ടെന്നൊരു ദിവസം ബാധിക്കില്ല. നമ്മളിപ്പോൾ ഒരുപാട് നാൾ ഇങ്ങനെ ചെയ്തിട്ട് അത് നമുക്ക് ലോങ് റണ്ണിൽ എന്തായാലും വലിയൊരു പണി തരും. ഞാനെന്തായാലും രാവിലെ എവിടെയെങ്കിലും വണ്ടി എടുക്കാൻ നേരത്ത് വണ്ടി കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കാറുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ അതിനുവേണ്ടി സെപ്പറേറ്റ് ടൈമൊന്നും കണ്ടെത്താറില്ല. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗേറ്റുണ്ട്. അപ്പോൾ ഗേറ്റൊക്കെ ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് ആദ്യമേ വന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടിട്ട് എന്നിട്ടാണ് ഞാൻ ഗേറ്റൊക്കെ തുറക്കാൻ പോകാറുള്ളത്. അപ്പോഴത്തേക്ക് ഏകദേശം വണ്ടിയുടെ ഓയിൽ എല്ലാ സ്ഥലത്തും ആൾമോസ്റ്റ് എത്തും. ഒരു മിനിറ്റ് ടൈമെങ്കിലും കൊടുക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. അപ്പോൾ ഗേറ്റൊന്നും ഇല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ ഹെൽമെറ്റും ബാഗ് കോളേജിൽ പോകാൻ നേരത്ത് ഹെൽമെറ്റും ബാഗ് ഇടുന്നതിന് മുമ്പ് തന്നെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കും. എന്നിട്ടായിരിക്കും ഞാൻ ഹെൽമെറ്റും ബാഗ് ഇടുന്നത്. അപ്പോൾ എനിക്ക് സെപ്പറേറ്റ് ടൈമൊന്നും വേസ്റ്റും ആവുന്നില്ല. പിന്നെ ഇതിൽ ഈ നമ്മൾ രാവിലെ കുറച്ച് നേരം സ്റ്റാർട്ട് ഇടുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ എമൗണ്ട് പെട്രോളൊന്നും നഷ്ടം വരാൻ പോകുന്നില്ല. അഥവാ ചെറിയ രീതിക്ക് വല്ല പെട്രോളും നമുക്ക് നഷ്ടം വന്നാലും അത് നമുക്ക് ലോങ് റണ്ണിൽ എഞ്ചിൻ പണിയിൽ നിന്ന് രക്ഷപ്പെടും. ഒരുപാട് ഫണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം കാര്യങ്ങളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ കമൻസിലൂടെയും ഇൻസ്റ്റ ഐ ഡി കൂടെയൊക്കെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ലിങ്കും എല്ലാം ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.